അസുരഗണം. ഈ ഒരൊറ്റ വാക്ക് കേൾക്കുമ്പോൾ ആളുകൾ ഒന്നിഞ്ഞെട്ടും. ജ്യോതിഷശാസ്ത്രത്തിൽ ഒഴിവാക്കണം എന്ന് പറഞ്ഞ് മാറ്റി നിർത്തപ്പെട്ട ഗണമാണ് അസുരഗണം. വിവാഹ ഒത്തുനോക്കലിൽ ഗണപൊരുത്തമില്ല എന്ന് കേട്ട് ഒരുപാട് ജീവിതങ്ങൾ ഭയന്ന് തകർന്ന ഗണം. പക്ഷെ ഇന്ന് ഞാൻ ഒരു കാര്യം ഉറപ്പോടെ പറയും. അസുരഗണ ജാതകർ ഈ ഭൂമിയിൽ ഏറ്റവും കരുത്തോടെ ജീവിക്കുന്ന ആത്മാക്കളാണ്. ഒറ്റയ്ക്ക് വഴിവെട്ടി, ഒറ്റയ്ക്ക് കടമ്പ കടന്ന്, ഒറ്റയ്ക്ക് ഉയർന്നവർ. ഇന്ന് ആ സത്യം, ആ യഥാർത്ഥ സത്യം ഞാൻ നിങ്ങളോട് പറയാൻ പോവുകയാണ്. നിങ്ങൾ അസുരഗണ നക്ഷത്ര ജാതകനാണോ? ജ്യോതിഷിയുടെ അരികിൽ ചെന്നപ്പോൾ ഗണം ശരിയല്ല, ഒത്തുവരില്ല എന്ന് കേട്ട് ഭയന്നു മടങ്ങിയ ഒരാളാണോ നിങ്ങൾ? ജീവിതത്തിൽ ആരും തിരിഞ്ഞു നോക്കില്ല, ഒറ്റയ്ക്ക് ഒക്കെ നേടണം, ഒറ്റയ്ക്കൊക്കെ തരണം ചെയ്യണമെന്ന ഒരു ഭാരം നിങ്ങൾക്കുണ്ടോ? അതാണ് അസുരഗണത്തിൻ്റെ അടയാളം. പക്ഷെ ആ ഭാരം ഒരു ശാപമല്ല, അത് ദൈവം നൽകിയ ഒരു ദൗത്യമാണ്. ഇന്ന് ഞാൻ ആ ഉള്ളിലെ സത്യം പറഞ്ഞു തരാം. ഒരിക്കൽ ഒരു ഗുരു ചോദിച്ചു, ഈ ലോകത്ത് ആരാണ് ഏറ്റവും ശക്തർ? ദേവഗണ ജാതകർ ദൈവകൃപ കൊണ്ട് ജീവിക്കുന്നു. മനുഷ്യഗണ ജാതകർ സ്നേഹം കൊണ്ട് ജീവിക്കുന്നു. എന്നാൽ അസുരഗണ ജാതകർ അവർ ഒറ്റയ്ക്ക് ഇരുളിൽ നിന്ന് വെളിച്ചം ഉണ്ടാക്കുന്നവരാണ്. ഇന്ന് ഈ 9 നക്ഷത്ര ജാതകരുടെ ഉള്ളിലെ സത്യം, ഉള്ളിലെ ശക്തി, ഉള്ളിലെ ദൈവസ്പർശം ഞാൻ നിങ്ങളോട് പറഞ്ഞു തരും. ജ്യോതിഷശാസ്ത്രത്തിൽ 27 നക്ഷത്രങ്ങളെ 3 ഗണങ്ങളായി തിരിച്ചിരിക്കുന്നു. ദേവഗണം, ദൈവിക ഗുണങ്ങളുടെ ഗണം. മനുഷ്യഗണം, മാനുഷിക ഗുണങ്ങളുടെ ഗണം. അസുരഗണം, ശക്തിയുടെ, ദൃഢതയുടെ, ആദ്യ ഗുണങ്ങളുടെ ഗണം. 9 നക്ഷത്രങ്ങളാണ് അസുരഗണത്തിൽ ഉൾപ്പെടുന്നത്. കാർത്തിക, ആയില്യം, മകം, ചിത്തിര, വിശാഖം, തൃക്കേട്ട, മൂലം, അവിട്ടം, ചതയം. ഈ 9 നക്ഷത്ര ജാതകരും ഇന്ന് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് മനസ്സ് ശാന്തമായി ഇരുന്നോളൂ. കാരണം ഇന്ന് ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ ഒരു പുതിയ വെളിച്ചത്തിൽ കാണാൻ സഹായിക്കും. ആളുകൾ അസുരൻ എന്ന് കേൾക്കുമ്പോൾ ഭയക്കുന്നു, പറഞ്ഞൊഴിഞ്ഞു മാറുന്നു. വിവാഹ ഒത്തുനോക്കലിൽ ഗണപ്പൊരുത്തം ഇല്ല എന്ന് പറഞ്ഞ് ഒത്തിരി ജോഡികളെ വേർതിരിക്കുന്നു. ഇത് എത്രത്തോളം ശരിയാണ്? ഈ ഗണമുള്ളവർ ശരിക്കും ഭയപ്പെടേണ്ടവരാണോ? അതോ ലോകം ഇതുവരെ മനസ്സിലാക്കാൻ ശ്രമിക്കാത്ത ഒരു ആഴമേറിയ സത്യം ഇതിനുള്ളിൽ ഉണ്ടോ? ഇന്ന് ഞാൻ ആ ഉള്ളിലെ സത്യം, ആ ഹോം ട്രൂത്ത് നിങ്ങൾക്ക് മുന്നിൽ തുറന്നു വയ്ക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അതുകൊണ്ട് ആദ്യം ഒരു ലൈക്ക് ചെയ്യൂ. ആ ലൈക്ക് നിങ്ങളുടെ ഒരു ആശീർവാദമാണ്. ഞാനത് ഏറ്റുവാങ്ങുന്നു. കൂടാതെ നാളെ വെള്ളിയാഴ്ചയാണ്. എല്ലാ വെള്ളിയാഴ്ചയും ഒരു പൂജയുണ്ട്. മുത്തുമാരിയമ്മയ്ക്ക് ശർക്കരപ്പായസം നേദിച്ച് നടത്തുന്ന പൂജ. പൂജയിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും. ഇപ്പോൾ തന്നെ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചോളൂ. നിങ്ങൾ ലൈക്ക് ചെയ്യുന്നത് ഞാൻ കാണുന്നുണ്ട്, കമൻറ്റ് ഞാൻ വായിക്കുന്നുണ്ട്. നിങ്ങളെയും എൻ്റെ പൂജയിൽ ഉൾപ്പെടുത്തും, ഉറപ്പാണ്. ആദ്യം ഒരു കാര്യം മനസ്സിലാക്കണം. അസുര എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവശക്തിയുള്ളത് എന്നാണ്. ആ പ്ലസ് സുര, ദേവന്മാർ ഉപയോഗിക്കുന്ന സൗരം, ജ്ഞാനം, ബോധം, ചൈതന്യം, അതിൻ്റെ ശക്തിയുള്ളത്. ഭയപ്പെടേണ്ടതല്ല, ബഹുമാനിക്കേണ്ടതാണ്. ദേവഗണജാതകർ ദൈവകൃപ ആഗ്രഹിക്കുന്നവരാണ്. ദൈവം കൊടുക്കും, ദൈവം തന്നോളും, ദൈവം നോക്കും എന്ന് ശാന്തമായി കാത്തിരിക്കുന്നവർ. അസുരഗണ ജാതകർ അവർ ആ ദൈവശക്തി ഉള്ളിലേക്ക് ഉൾക്കൊണ്ട് ആ ഉൾക്കൊള്ളലോടെ ലോകത്തിലേക്ക് ഇറങ്ങുന്നവരാണ്. അവർ കൃപ കാത്തിരിക്കുന്നില്ല, അവർ കൃപ ആർജിക്കുന്നു. അവർ വഴി ആഗ്രഹിക്കുന്നില്ല, അവർ വഴി ഉണ്ടാക്കുന്നു. ഇതാണ് സത്യം, ഇതാണ് ഉള്ളിലെ സത്യം.
നമുക്ക് ഈ 9 നക്ഷത്രങ്ങളും അവരുടെ ശക്തിയും ഒന്ന് മനസ്സിലാക്കാം. ഒന്നാമത്തെ നക്ഷത്രം കാർത്തികയാണ്. കാർത്തിക നക്ഷത്ര ജാതകർ അഗ്നിയുടെ മക്കളാണ്. ദേവസേനാപതി സുബ്രഹ്മണ്യൻ്റെ ജന്മനക്ഷത്രം. ഇവർക്കുള്ളിൽ ഒരു ദഹനശക്തിയുണ്ട്, ഒരു തീയുണ്ട്. ആ തീ ചിലപ്പോൾ ബന്ധങ്ങളെ ദഹിപ്പിക്കും, ശത്രുക്കളെ ദഹിപ്പിക്കും, ഇല്ലായ്മകളെ ദഹിപ്പിക്കും. കാർത്തിക ജാതകർ ഒരിക്കലും ആ ദൗർബല്യത്തിനോട് ഒത്തുജീവിക്കില്ല. ഒന്നുകിൽ ജയിക്കും, ഇല്ലെങ്കിൽ ജയിക്കാൻ ഉള്ള വിദ്യ ഉള്ളിൽ സൃഷ്ടിച്ചിരിക്കും. കാർത്തിക നക്ഷത്ര ജാതകർ ആ ആഗ്നേയ ശക്തിക്ക് നന്ദി പറഞ്ഞ് ജീവിക്കൂ. അതാണ് നിങ്ങളുടെ ജ്ഞാനം. ശക്തിമാൻ, ഭാഗ്യവാൻ. ഉറപ്പാണ്, കാർത്തിക ഭാഗ്യമുള്ള നക്ഷത്രം തന്നെയാണ്. രക്ഷപ്പെടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. രണ്ടാമത്തെ നക്ഷത്രം ആയില്യമാണ്. സർപ്പദേവതകളുടെ നക്ഷത്രം. ഈ ജാതകർക്ക് ഒരു അത്ഭുതകരമായ കഴിവുണ്ട്. ആളുകളെ ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാൻ ഒരു അന്തർദൃഷ്ടിയുണ്ട്, ഒരു 6ാം ഇന്ദ്രിയമുണ്ട്. ആ ഇന്ദ്രിയം ഉപയോഗിക്കുന്ന ആയില്യം നക്ഷത്ര ജാതകർ ജീവിതത്തിൽ ഒരിക്കലും ഭയപ്പെടില്ല. ഒരിക്കലും. ആളുകൾ ആയില്യം നക്ഷത്ര ജാതകരെ ഭയക്കുന്നത് ആ ആഴം, ആ നോട്ടത്തിൻ്റെ ആഴം കൊണ്ടാണ്. എന്നാൽ ആ ആഴം ദൈവദത്തമാണ്. ആ ദൈവദത്ത ജ്ഞാനം ഉപയോഗിക്കൂ. ഉയർച്ചയിലേക്ക് ആ ദൃഷ്ടി തിരിക്കുക തന്നെ ചെയ്യൂ. ആയില്യം രക്ഷപ്പെടുക തന്നെ ചെയ്യും. മൂന്നാമത്തെ നക്ഷത്രം മഖമാണ്. പിതൃദേവതകളുടെ നക്ഷത്രം. ഇവർ ഒരു രാജകീയ ആത്മശക്തി ഉള്ളവരാണ്. ജന്മജന്മങ്ങളുടെ പ്രതാപം ഉള്ളിൽ കൊണ്ട് നടക്കുന്നവർ. മകൻ ജാതകർ ചിലപ്പോൾ ഒരു ഒറ്റപ്പെടൽ അനുഭവിക്കും. എന്നെ ആരും ശരിക്കും മനസ്സിലാക്കുന്നില്ല എന്ന ഒരു തോന്നൽ. ആ ഒറ്റപ്പെടൽ ഒരു ദൗർബല്യമല്ല. നിങ്ങളൊരു വ്യത്യസ്ത ആത്മതലത്തിൽ ഉള്ളവരാണ്. മകൻ ജാതകർ, ഈ ഭൂമിയിൽ നിങ്ങൾ വന്നിരിക്കുന്നത് ഭരിക്കാനാണ്, ഭരിക്കപ്പെടാനല്ല. ആ ആത്മബോധം ഉണർത്തൂ. ഭാഗ്യമാണ്, നേട്ടമാണ്, ഉയർച്ചയാണ്. നാലാമത്തേത് ചിത്തിര നക്ഷത്രം. വിശ്വകർമ്മദേവന്റെ നക്ഷത്രം. ഈ ലോകം സൃഷ്ടിച്ച ദേവശില്പിയുടെ ആശ്രിതർ. ചിത്തിര നക്ഷത്ര ജാതകർക്ക് ഒരു അത്ഭുതകരമായ ക്രിയേറ്റിവിറ്റിയുണ്ട്. ഒന്നുമില്ലാത്ത ഇടത്ത് ഒരു ലോകമുണ്ടാക്കാൻ ഇവർക്കറിയാം. ഒരു ശൂന്യതയിൽ ഒരു കൃതി ഉണ്ടാകും. ഒരു അഭൗമ സൗന്ദര്യബോധം ഇവർക്കുണ്ട്. ചിത്തിര നക്ഷത്ര ജാതകർ ആ കഴിവ് ഉപേക്ഷിക്കരുത്. ഇതൊന്നും ഒരു ജോലിയല്ല എന്ന് ആരെങ്കിലും പറഞ്ഞ് ആ ശ്രദ്ധ കൊന്നുകളഞ്ഞ ഒരാളാണോ നിങ്ങൾ? ഇനി അനുവദിക്കരുത്. നിങ്ങളുടെ സൃഷ്ടി ദൈവഹിതമാണ്. അഞ്ചാമത്തെ നക്ഷത്രം വിശാഖമാണ്. ഇന്ദ്ര അഗ്നി ദേവതകളുടെ നക്ഷത്രം. ഇരുദേവശക്തി. ഈ ജാതകർ ഒരു ലക്ഷ്യം ഒരിക്കൽ ഉറപ്പിച്ചാൽ ഒന്നും ആ ലക്ഷ്യത്തിൽ നിന്നും ഒരിക്കലും ഇവരെ പിന്തിരിപ്പിക്കില്ല. ഒരു ദൃഢ ലക്ഷ്യബോധം ഇവർക്ക് ജന്മം നൽകിയ കഴിവാണ്. ആ കഴിവ് ഉപയോഗിക്കൂ. വിശാഖം നക്ഷത്ര ജാതകർ, അവർക്കൊരു ലക്ഷ്യമുണ്ടോ? ആ ലക്ഷ്യമുണ്ടെങ്കിൽ ആ ലക്ഷ്യം നേടും, ഉറപ്പാണ്. ആറാമത്തെ നക്ഷത്രം തൃക്കേട്ടയാണ്. ഇന്ദ്രദേവന്റെ നക്ഷത്രം. ദേവലോകത്തിൻ്റെ ഭരണചക്രം. ഈ ഭൂമിയിൽ ഒരു ഭരണചക്ര ദൗത്യം ഉള്ളവരാണ്. ഇവർ ജനങ്ങളെ നയിക്കാൻ ജനിച്ചവരാണ്. ഇവർ ഒരു കൂട്ടത്തിൻ്റെ ഒരു ചുൽക്കടമ, ഒരു ആശ്രയ കേന്ദ്രം ആകുന്നത് ദൈവഹിതമാണ്. ചിലപ്പോൾ ഈ നക്ഷത്ര ജാതകർക്ക് അനീതി സഹിക്കാൻ ബുദ്ധിമുട്ടാകും. ശരി, ആ ബുദ്ധിമുട്ട് ആ ന്യായബോധത്തിൻ്റെ അടയാളമാണ്. ആ ന്യായബോധം നിങ്ങളുടെ ശക്തിയാണ്. ഏഴാമത്തെ നക്ഷത്രം മൂലമാണ്. നിര്യാതി ദേവതകളുടെ നക്ഷത്രം. മൂലം എന്ന് പറഞ്ഞാൽ വേര്. ഈ ജാതകർ ഒരു ആഴത്തിലുള്ള ജ്ഞാനമുള്ളവരാണ്. ലോകം ഒഴിവാക്കേണ്ട നക്ഷത്രം എന്ന് പറയുന്ന മൂലം. ആ ഒഴിവാക്കൽ ഒരു ജ്ഞാനക്കുറവ് കൊണ്ടാണ്. മൂലം നക്ഷത്ര ജാതകർ ഒരു കാര്യം തീരുമാനിച്ചാൽ ആ തീരുമാനം ആകാശം ഇടിഞ്ഞു വീണാലും മാറ്റില്ല.
ആ ദൃഢസ്വഭാവം ഒരു ശാപമല്ല. ആ ദൃഢസ്വഭാവം ഒരു ദൈവദൂഷണമാണ്. ആ ദൈവദൂഷണമാണ് ആ ദൃഢത. ഒരു ലക്ഷ്യത്തിനോട് ചേർക്കൂ, ഒന്നും ഇവരെ തടയില്ല, ഒന്നും. 8ാമത്തെ നക്ഷത്രം അവിട്ടമാണ്. ചൊവ്വാദശ ശക്തിയുടെ നക്ഷത്രം. ഇവർ ഈ ഭൂമിയിൽ ഏറ്റവും വേഗത്തിൽ ചിന്തിക്കുന്നവരാണ്. ഏറ്റവും വേഗത്തിൽ ആഗ്രഹം ഉണ്ടാകും. ഏറ്റവും വേഗത്തിൽ ആ ആഗ്രഹം നിറവേറ്റാൻ ഇവർ ഓടും. ആ ഓട്ടം ചിലപ്പോൾ ബന്ധങ്ങളിൽ ഒരു അകൽച്ച ഉണ്ടാക്കും. ഇവർ ഒരിടത്ത് ഒതുങ്ങി നിൽക്കില്ല എന്ന ഒരു തോന്നൽ. ആ ഒതുങ്ങാത്ത സ്വഭാവം ഒരു ദൗർബല്യമല്ല. ആ ഊർജം ദൈവദത്തമാണ്. ആ ഊർജം ഒരു സൃഷ്ടിക്ക് ചേർക്കൂ, ഒരു ലക്ഷ്യത്തിന് ചേർക്കൂ, ലോകം മാറും. 9ാമത്തെ നക്ഷത്രം ചതയമാണ്. ചതയം വരുണദേവന്റെ നക്ഷത്രമാണ്. ഈ ജ്ഞാനമുള്ള ദേവന്റെ, സത്യത്തിൻ്റെ, ശുദ്ധിയുടെ, ഉടമ്പടിയുടെ ദേവന്റെ ആശ്രിതർ. ചതയൻ ജാതകർ ഒരു ഗൂഢജ്ഞാനം ഉള്ളവരാണ്. ഔഷധ ഗുണം, ആത്മഗവേഷണ ഗുണം, ആഴമേറിയ ദർശന ഗുണം. ഇവർ ഒറ്റപ്പെടൽ ഇഷ്ടപ്പെടുന്നത് ബലഹീനത കൊണ്ടല്ല. ആ ഏകാന്തതയിൽ ദൈവചൈതന്യം ലഭ്യമാകും. ചതയൻ ജാതകർ നിങ്ങളുടെ ആ ഏകാന്ത ആഴം ഒരു ദൈവദൂഷണമാണ്. ആ ഇഷ്ടം, ആ ആഴം അവർ ഇഷ്ടപ്പെടൂ. തീർച്ചയായും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയും. ഇനി ഒരു സത്യം പറയാം. ഒരു ഉള്ളിലെ സത്യം ഞാനിവിടെ പറഞ്ഞുകൊള്ളട്ടെ. വിവാഹ ഒത്തുനോക്കലിൽ ഗണപ്പൊരുത്തമില്ല എന്നൊരു ജ്യോതിഷി പറഞ്ഞ് ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ടാവാം, വേർതിരിച്ച് നിർത്തിയിട്ടുണ്ടാവാം. ഈ ഒരൊറ്റ കാര്യം ഞാൻ ഉറപ്പോടെ പറയാം. ദശാപൊരുത്തങ്ങളിൽ ഗണപ്പൊരുത്തം ഒന്ന് മാത്രമാണ്, ഒന്ന് മാത്രം. അതൊന്നുകൊണ്ട് ഒരു ജോഡി ദൈവഹിതം ഇല്ലാതാകില്ല. ഇതൊരു ജ്ഞാനക്കുറവ് കൊണ്ടുള്ള ഭ്രമമാണ്. ദൈവം ജോഡി ചേർക്കുന്നത് ഒരൊറ്റ പൊരുത്തം കൊണ്ടല്ല, ദൈവഹിതം കൊണ്ടാണ്. ഇത് ഓർക്കൂ. ഇനി അസുരഗണ ജാതകർ ഈ ഭൂമിയിൽ ശക്തരായി ജീവിക്കാൻ, ആ ഗണശക്തി ഇരട്ടിപ്പിക്കാൻ ചില ഉപാസനകളുണ്ട്. ഒന്ന് ശിവക്ഷേത്ര ദർശനം. ഭഗവാൻ ശിവൻ ദേവഗണം, മനുഷ്യഗണം, അസുരഗണം എന്നീ 3 ഗണങ്ങളുടെ ആരാധ്യ ദൈവമാണ്. ശിവഭഗവാൻ ഒരിക്കലും ഒരു ഗണത്തെ ഒഴിവാക്കിയിട്ടില്ല. ദേവന്മാർ ആരാധിച്ചു, അസുരൻ ആരാധിച്ചു, ഭഗവാൻ ഇരു കൂട്ടരെയും അനുഗ്രഹിച്ചു. ആ ഭഗവാൻ നിങ്ങളുടെ ദൈവമാണ്. ഇനി ഒരിക്കലും ആ ഗണചിന്ത കൊണ്ട് ഭ്രമിക്കരുത്. 2ാമത്, ഓരോ ദിവസവും ഉദയസൂര്യ ദർശനം ചെയ്യൂ. ഉദയസൂര്യ ദർശനം, ആ ആദ്യ കിരണം ഒരു ഊർജ ബലിഷ്ഠത ഉണ്ടാകും. കാർത്തിക, ചിത്തിര, വിശാഖം, ആയില്യം, മകം ഈ ജാതകർക്ക് പ്രത്യേകിച്ചും ഇത് ഏറ്റവും ശക്തമായ ഉപദേശമാണ്. 3, ഓരോ ശനിയാഴ്ചയും ഒരു ദേവദർശനം, ഒരു ദീപം, ഒരു പ്രാർത്ഥന. ആ ദൈവബന്ധം ഉറപ്പിക്കൂ. അത് നിങ്ങളുടെ ഗണശക്തിക്ക് ദൈവ ആവരണം ഉണ്ടാക്കും. ഉറപ്പാണ്, സത്യമാണ്. ഇതൊരു യാതൊരു സംശയമുള്ള കാര്യമല്ല. ഇന്ന് ഞാൻ പറഞ്ഞ ഈ ഒരൊറ്റ കാര്യം മനസ്സിലുറപ്പിക്കൂ. അസുരഗണ ജാതകർ ഒരിക്കലും ദൗർബല്യക്കാരല്ല. അവർ ഒറ്റയ്ക്ക് വഴിവെട്ടിയവരാണ്. അവർ ഒറ്റയ്ക്ക് കടമ്പ കടന്നവരാണ്. അവർ ഒറ്റയ്ക്ക് ഉയർന്നവരാണ്. ആ 9 നക്ഷത്ര ജാതകർക്കും ഞാൻ ഒരു വാക്ക് പറഞ്ഞ് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും. ഉറപ്പാണ്. നിങ്ങൾ ഒറ്റയ്ക്കുണ്ടെങ്കിൽ പോലും ദൈവം നിങ്ങളോടൊപ്പമുണ്ട്. ഭാഗ്യമാണ്, നേട്ടമാണ്, ഉയർച്ചയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റ് സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ നക്ഷത്രം, ഈ 9 നക്ഷത്രത്തിൽ ഏത് നക്ഷത്രമാണ്? ഒന്ന് താഴെ കമൻറ്റ് ചെയ്യൂ. ഞാൻ കാണും, ഞാൻ ഓർക്കും, ഞാൻ പ്രാർത്ഥിക്കും. നമസ്കാരം.